ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാട്ടോ. ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നൊരു മഴയാണ്. പെയ്തിട്ട് നിന്ന് പോവുക, പിന്നെയും പെയ്യുക, അങ്ങനെ തുടർച്ചയായി പെയ്യാതെ ഒരു നിൽക്കുന്നൊരു മഴയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഒരു സൺഡേ ഫുൾ വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും മഴ പെയ്തു, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്ന് വെച്ചാൽ ഞാൻ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാരയും ഇൻസ്റ്റൻ്റായിട്ടുള്ള ഈസ്റ്റും ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് നന്നായി 2 കപ്പ് മൈദ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. എഴുന്നേറ്റപ്പോൾ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്, 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ ഒന്നുകൂടി സോഫ്റ്റ് ആവും. പക്ഷെ ഒന്നാമത് നേരം വൈകിട്ടാണ് എഴുന്നേറ്റിറക്കുന്നത്, സൺഡേ അല്ലേ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പരത്തി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ വേഗം ചുട്ടെടുക്കാമല്ലോ. പിന്നെ അതിലേക്കുള്ള കറി സബോളയും തക്കാളിയും ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് നന്നായി വാട്ടി ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പരത്തുന്ന സമയത്ത് ചേട്ടനോട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ അത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, മല്ലിപ്പൊടി, ചിക്കൻ പൗഡറൊക്കെ ഇട്ട് നന്നായി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഗുബൂസാണിത് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുബൂസും മുട്ടക്കറിയും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫുൾ റെസിപ്പി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ചായ കുടിച്ചു. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഗുബൂസ്. അതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഈ മുട്ടക്കറി. അപ്പോൾ അതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, വാളയായിരുന്നു ഇന്ന് കിട്ടിയത്. പുഴയിലത്തെ വാളയാണിത്. അപ്പോൾ അതിലേക്ക് മസാല തയ്യാറാക്കാൻ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാനാട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. കുറച്ച് ടൈം അതിലേക്ക് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കറി വെക്കാനുള്ള കുറച്ച് സബോളയും ഉലുവയും പെരിഞ്ചീരകവും തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റണം കേട്ടോ. ഇത് ഞാൻ കുറച്ച് കുടംപുള്ളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് അവിടെ വയ്ക്കാം. അതിലേക്ക് അപ്പോഴേക്ക് ഈ സബോളയും തക്കാളിയൊക്കെ വഴറ്റി വന്നതിലേക്ക് നമുക്ക് പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മൂത്ത് വന്നാൽ നമുക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കാം, ഒന്ന് അടച്ച് വയ്ക്കാം. അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം തള വന്നതിന് ശേഷം ഞാൻ മീനിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് മീനൊക്കെ വെന്തതിന് ശേഷം അവസാനം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ചെറിയ ചുവന്നുള്ളി ഞാൻ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഉള്ളി കാച്ചി വെച്ചു. നമുക്ക് മീൻ വറക്കാം. മീൻ മസാല പരട്ടിയതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കറി വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുടംപുളി ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ഊണ് റെഡിയായി. ചോറും പയറുപ്പേരിയും കുടംപുളി ഇട്ട കറിയും പപ്പടം, മീൻ വറുത്തത് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പോളിയോ കൊടുക്കാനുണ്ടായിരുന്നു മോൾക്ക്. അപ്പോൾ അംഗൻവാടിക്ക് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാറിൽ നല്ല മഴ ആയതുകൊണ്ട് വണ്ടിയിലാണ് പോയത്. അപ്പോൾ അംഗൻവാടി അവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത്. അപ്പോൾ അവിടെ എത്തി പോളിയോ കൊടുക്കാൻ. ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ പോളിയോ കൊടുക്കണം. ഈ പിള്ളവാദമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോളിയോ ആയിരുന്നു. അപ്പോൾ അത് കൊടുത്തു. കൊടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല വാശിയായിരുന്നു. 2 തുള്ളി കൊടുത്തു. പിന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി എല്ലാവർക്കും പോളിയോ എടുത്തത് കാണിച്ചു കൊടുക്കും കേട്ടോ, കൈമേൽ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.